ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നുള്ളതാണ്. 4th യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസസ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതിൽ ഒരു 6 ഏരിയകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ്, കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത്, യൂസ് ഓഫ് ടെസ്റ്റ് ഫോർ ലേണിംഗ് അപ്രൈസൽ, അതിൻ്റെ അണ്ടറിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ കൺസ്ട്രക്ഷനും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ കൺസ്ട്രക്ഷനും, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് ഓർ ഐറ്റം വൈസ് അനാലിസിസ് എന്താണ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്സ്, അതിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റും അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷനും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൺസ്ട്രക്ഷനും പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ച് തന്നെ വെക്കുക. ഇനി എടുക്കാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ്. ഈ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ സബ്ജക്റ്റ് എന്ന് തന്നെ പറയുന്നത് പ്രാക്ടീസ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും നമ്മൾ ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള കുട്ടികളിൽ ഈ ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് വിഷ്വലി അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇമ്പയർമെൻറ്റ് ഉള്ളവരായിരിക്കും. അതേപോലെ തന്നെ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളായിരിക്കും ഇവിടെ വരിക. അതായത് വിഷ്വലി ഇമ്പയർഡ്, ഓഡിറ്ററലി ഇമ്പയർഡ്, ലേണിംഗ് ഡിസബിലിറ്റീസ്, മെൻ്റൽ ചാലഞ്ച്ഡ്, മറ്റു കാറ്റഗറിയിലുള്ള കുട്ടികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന അസസ്മെൻറ്റുകൾ അതിനോട് അനുയോജ്യമായിട്ടുള്ള അസസ്മെൻറ്റുകളായിരിക്കണം. അപ്പോൾ നമ്മൾ പൊതുവേ അസസ്മെൻറ്റുകളിൽ ഉപയോഗിക്കുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റും ഫോർമേറ്റീവ് അസസ്മെൻറ്റും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകളും അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും മറ്റുമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ തന്നെ അതിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിൽ ഈ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർക്ക് ഏത് മെത്തേഡാണ് നല്ലത്, ഓഡിറ്ററലി ഇമ്പയർഡ് ആയിട്ടുള്ളവർക്ക് ഏത് മെത്തേഡാണ് നല്ലത്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് അനുഭവിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അതിൽ ഏത് ടെസ്റ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഏത് തരത്തിലുള്ള മെത്തേഡാണ് ആവശ്യമായിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് എന്താണെന്ന് പറയുകയും അതേപോലെ തന്നെ അസസിങ് ദ പെർഫോമൻസ് ഔട്ട്കംസ് ഓഫ് ഡൈവേഴ്സ് ക്ലാസ് റൂം. ഈ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തതയുള്ളവരാണ്. നോർമൽ കുട്ടികളോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളും കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അനുയോജ്യമാവുന്ന, എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അസസ്മെൻറ്റ് ക്രൈറ്റീരിയകൾ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന അസസ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഫോർമേറ്റീവും സമ്മേറ്റീവും തന്നെയാണ്. അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുമാണ്. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫീഡ്ബാക്കിൻ്റെ പ്രോസസ്സ്. ഇവയെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് കൊണ്ടാണ് കുറഞ്ഞ പോയിൻറ്റ്സ് മാത്രമേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ നമുക്ക് ആവർത്തിച്ച് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റീസുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ജനറലി ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒരു ജനറൽ ടൈപ്പിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം, ഈ പോയിൻറ്റ്സുകളെല്ലാം ഉൾപ്പെടുത്തണം. എന്നാൽ ഡിസബിലിറ്റീസുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് തന്നെ ചെയ്യുക. ലേണിംഗ് ഡിസബിലിറ്റി ഈസ് എ ന്യൂറോ ബിഹേവിയറൽ ഡിസോർഡർ അഫക്റ്റിംഗ് ബ്രെയിൻസ് എബിലിറ്റി ടു റിസീവ് ആൻഡ് പ്രോസസ് ഇൻഫോർമേഷൻ. ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂറോ ബിഹേവിയറൽ ഡിസോർഡേഴ്സാണ്. അത് ബ്രെയിനിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യാനും അത് റിസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അത്തരത്തിലുള്ളതിനെയാണെന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി സീൻ ആസ് ദ സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്നും പറയും. അഫക്റ്റിംഗ് ബേസിക് സ്കിൽസ് ലൈക്ക് റീഡിംഗ്, റൈറ്റിംഗ്, ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് എക്സെട്ര. ചിൽഡ്രൻ വിത്ത് സച്ച് ഡിസബിലിറ്റി വിൽ നോട്ട് ബി ഏബിൾ ടു participate in regular classroom activities as compared to another normal children. സോ ആ ഒരു കാര്യമാണ്. അതായത് എഴുതാനോ വായിക്കാനോ മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടുകളെയാണ് നോർമൽ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. അതൊരു സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ കൂടിയാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ ആ കുട്ടികൾക്ക് ആ ഡിസോർഡർ ഉണ്ടാവുള്ളൂ. മറ്റെല്ലാത്തിലും നോർമൽ കുട്ടികളായിരിക്കും. ഈ ഏതെങ്കിലും ലെറ്റേഴ്സിൽ ബുദ്ധിമുട്ടുണ്ടാവുക, ഏതെങ്കിലും കാര്യങ്ങൾ വായിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുക, ഏതെങ്കിലും കാര്യങ്ങൾ ഉച്ചരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുക, മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമേ ആ കുട്ടികൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും മറ്റ് നോർമൽ കുട്ടികളെ പോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് കൂടി പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി ഇൻ റീഡിംഗ്, ഈ റീഡിങ്ങിലുള്ള ലേണിംഗ് ഡിസബിലിറ്റിക്ക് പറയുന്ന പേരെന്താണ്, ഡിസ്ലെക്സിയ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിസബിലിറ്റി ഇൻ റൈറ്റിംഗിലുള്ള ഡിസബിലിറ്റി ആണെങ്കിൽ ഡിസ്ഗ്രാഫിയ എന്നുള്ളതാണ്.
ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷനിലുള്ളതാണെങ്കിൽ ഡിസ്കാൽക്കുലിയ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി എഴുതണം. ഈ മഞ്ഞ കളറിലുള്ളതും മറ്റു കളറിലുള്ളതും സെയിം കളറിലുള്ളതും അതിന് അനുയോജ്യമായിട്ടുള്ളതാണ്. റീഡിങ്ങിനെ ഡിസ്ലെക്സിയ എന്നും റൈറ്റിങ്ങിനെ ഡിസ്ഗ്രാഫിയ എന്നും ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസിനെ ഡിസ്കാൽക്കുലിയ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ബേസിക്കലി അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി, അത് എന്തിനൊക്കെയാണ് ബാധിക്കുന്നത്, അത് മാത്രമല്ല സ്പെസിഫിക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് എന്നുള്ളത് കൂടി പറയണം. അത് അഫക്റ്റിംഗ് ബേസിക് സ്കിൽസ് എന്നുള്ളതാണ്. ആ ബേസിക് സ്കിൽസിൽ റീഡിംഗ്, റൈറ്റിംഗ്, ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് എക്സെട്ര എന്നുള്ളതാണ് പറയേണ്ടത്. ഇനി ഈ ലേണിംഗ് ഡിസബിലിറ്റി അനുഭവിക്കുന്ന കുട്ടികൾക്ക് ലേണിംഗ് അസസ്മെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അത് കുറേ ടെക്നിക്സുകൾ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ അവയെല്ലാം തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, കുറേയൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പോയിൻറ്റ്സുകൾ നിങ്ങൾ എസ്സേയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എസ്സേ ചോദിക്കുന്നത്. മേക്കിംഗ് ഈച്ച് ഡിസേബിൾഡ് ചിൽഡ്രൻ ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ലെവൽ ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്, പ്രൊവൈഡിങ് മോർ ഡ്രിൽ ആൻഡ് പ്രാക്ടീസസ്, കൂടുതൽ ഡ്രില്ലും പ്രാക്ടീസുകളും ഒക്കെ കൊടുക്കുക, പുറത്തിറങ്ങിയുള്ള വർക്കുകൾ കൊടുക്കുക. ആഫ്റ്റർ അച്ചീവിങ് ലേണിംഗ് പ്രൊഫിഷ്യൻസി ഇൻ ദ ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ എ സെർട്ടൺ ലെവൽ ഓഫ് പെർഫോമൻസ് മൂവിങ് ടു ദി നെക്സ്റ്റ് ഹയർ ലെവൽ. അപ്പോൾ നമ്മൾ എന്താണോ കുട്ടികളിലുള്ള പ്രോബ്ലം, ഇനിയിപ്പോൾ റൈറ്റിംഗ് പ്രോബ്ലമാണ് വരുന്നതെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മറ്റ് ഹയർ ലെവലിലുള്ള കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. യൂസിങ് ദ കെയർഫുള്ളി പ്രിപ്പയർഡ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷണൽ പ്ലാൻ, വ്യക്തിഗതമായിട്ടുള്ള ഓരോ കുട്ടികൾക്കും വ്യക്തിഗതമായിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ പ്ലാനുകൾ തയ്യാറാക്കുക. ടീച്ചർ പീപ്പിൾ ഇൻട്രാക്ഷൻസ് പ്രോപ്പർ ആക്കുക, നല്ല റാപ്പോ ഉണ്ടാക്കുക. കറക്റ്റിംഗ് ദ സ്റ്റുഡൻസ് മിസ്റ്റേക്സ്, കുട്ടികളുടെ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഗ്രൂപ്പിംഗ് സ്റ്റുഡൻസ്, കുട്ടികളെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ച് കാര്യങ്ങൾ കൊടുക്കുക. അസസിങ് ദ ലേണിംഗ് പ്രോഗ്രസ്, കുട്ടികളിലുള്ള മാറ്റം അത് അസസ്മെൻറ്റ് നടത്തുക. യൂസിങ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാൻ അനലൈസ് വേർഡ്സ്, ആ ഇതുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർസുകളൊക്കെ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാംസുകളൊക്കെ യൂസ് ചെയ്യുക. ടോക്കിംഗ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, ഓഡിയോ ടാബ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇങ്ങനത്തെ പലതരത്തിലുള്ള ടെക്നിക്കുകൾ എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടെക്നിക്സ്, ലേണിംഗ് അസസ്മെൻറ്റ് ടെക്നിക്സ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റീസ്. അപ്പോൾ ഈ ഒരു 19ഓളം പോയിൻറ്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. ഇതിൻ്റെ നോട്ട് ഞാൻ തരാം, അത് നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. സോ ഞാനിപ്പോൾ പറഞ്ഞു, ഇൻക്ലൂസീവ് പ്രാക്ടീസിൽ പ്രധാനമായിട്ടും വരുന്ന അസസ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്, മറ്റൊന്ന് സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. എന്താണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, എന്താണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഈ സബ്ജക്റ്റ് ക്ലാസ് തുടങ്ങി അന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. ഈ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക സ്റ്റെപ്സുകൾ ഏതൊക്കെയെന്നുള്ളതും ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫീഡ്ബാക്ക്? ഫീഡ്ബാക്ക് സെർവ്സ് ആസ് ദ കണക്ഷൻ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ബൈ ദ ടീച്ചർ ആൻഡ് ഫോളോയിങ് ദാറ്റ് ദ മെഷേഴ്സ് ഹി ടേക്സ് ടു ഇംപ്രൂവ് സ്റ്റുഡൻസ് ലേണിംഗ്. അപ്പോൾ ഫീഡ്ബാക്ക്, കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക വഴി കുട്ടികളുടെ തിരുത്തലുകൾ, എന്തൊക്കെ മേഖലയിൽ തിരുത്തലുകൾ വേണം എന്നുള്ളത് കുട്ടികൾക്ക് സ്വമേധയാ തിരുത്തിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി കഴിയും. അപ്പോൾ ഫീഡ്ബാക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുലേറ്റിംഗ് ദ പ്ലാൻ ആൻഡ് ആക്ഷൻ ഫോർ ദി ഗിവൻ ഫീഡ്ബാക്ക്, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ ഓഫ് ആക്ഷൻ, അസസിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദി ഗിവൻ ഫീഡ്ബാക്ക്, ഇൻകോർപ്പറേറ്റിംഗ് സ്മോൾ ചേഞ്ചസ് നീഡഡ് ഇൻ ദി ലേണിംഗ് മെത്തേഡ് ആൻഡ് റീഅസസ്മെൻറ്റ് ഓഫ് ദി ലേണിംഗ് അച്ചീവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ആർ സീക്വൻഷ്യൽ ആൻഡ് റിലേറ്റഡ് സക്സസീവ്ലി ടു ഫ്രെയിം എ സർക്കിൾ ആസ് ഷോൺ ഇൻ ദി ഫോളോവിങ് ഡയഗ്രാംസ്. അപ്പോൾ ഈ ഫീഡ്ബാക്കിൻ്റെ കാര്യങ്ങളിൽ, അച്ചീവ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഈ സർക്കിളുകൾ കൂടി നോട്ട് ചെയ്തുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഫീഡ്ബാക്ക് പ്രോസസ് ഇൻ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഈ ഫീഡ്ബാക്ക് പ്രോസസ് ഇൻ ഫോർമേറ്റീവ് അസസ്മെൻറ്റിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിച്ചതുകൊണ്ടാണ് ഇതും കൂടി നിങ്ങൾക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സുകൾ ഏതൊക്കെ എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് എന്നുള്ളതാണ്. ഈ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസിൽ അവിടെ ഉപയോഗിക്കുന്ന അസസ്മെൻറ്റ് ക്രൈറ്റീരിയകൾ എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റും ഫോർമേറ്റീവ് അസസ്മെൻറ്റും അതേപോലെ തന്നെ മറ്റു ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള അസസ്മെൻറ്റ് മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നിക്സുകൾ ഏതൊക്കെയെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇവ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് മറ്റു ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഞാൻ നമുക്ക് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതല്ലാത്ത പക്ഷം ഈ ചാപ്റ്റർ വളരെ വൈഡായിട്ടുള്ള ചാപ്റ്ററായി പോകും. അത് 3ാമത്തെ യൂണിറ്റ് പോലെ തന്നെ കുറച്ച് വാസ്റ്റായിട്ടുള്ള വൈഡായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഇതും എന്ന് പറയുന്നത്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഈ പറഞ്ഞിട്ടുള്ള 13
ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.